ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നാളെ ജാനുവരി 14 അപ്പോൾ നാളത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത് തമിഴ്നാട്ടിലും കർണാടക സ്റ്റേറ്റിലും തെലുഗിലും. അപ്പോൾ അവർക്ക് മൂന്ന് കൂട്ടർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ദിവസമാണ് നാളെ, അതായത് മകര സംക്രാന്തി. തമിഴ്നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് നാളത്തെ ദിവസം ന്യൂ ഇയർ അവരാഘോഷിക്കുക. അപ്പോൾ ഇവർക്ക് മൂന്ന് പേരും ഇപ്പോൾ ഓരോരോ നാട്ടിലെ ഓരോരോ രാജ്യങ്ങളിലും പ്രത്യേകതയുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്വീറ്റ് പൊങ്ങൽ അവർ ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് കാഴ്ചവെക്കും. അതുപോലെ ഇവിടെ നമ്മുടെ കർണാടക, അപ്പം നമ്മുടെ നെയ്ബേഴ്സ്, അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവരും ഇതുപോലെ സ്വീറ്റ് പൊങ്ങൽ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഈ കപ്പലണ്ടി ഗ്രൗണ്ട് നട്ടില്ലേ, അത് പുഴുങ്ങി എടുക്കും. പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ, അതും അവർ പുഴുങ്ങിയിട്ട് വെക്കും. അന്നത്തെ ദിവസം ദേവരുടെ മുമ്പിൽ ഇതൊക്കെ വെക്കും അവർ. അപ്പോൾ അവർക്കത് ഭയങ്കര പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നാളെ മകരസംക്രാന്തിനാണ് അവർ പറയണത് പ്രത്യേകിച്ചതിന്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് പൊങ്ങൽ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ ഗ്രൗണ്ട് നട്ടും പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട അവരുടെ ഈ ഫെസ്റ്റിവലിന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ സ്വീറ്റ് പൊങ്ങൽ, രണ്ട് തരം പൊങ്ങലുണ്ട്. അത് ഞാൻ സ്വീറ്റിന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം അവർ കാരപ്പൊങ്ങലൊന്നും പറയും. അതായത് മധുരടാണ്ട് നമ്മുടെ വെജിറ്റബിൾ മസാലയൊക്കെ കൂടിയിട്ട് സെയിം ഇൻഗ്രീഡിയൻ്റ് അരിയും ചെറുപയർ പരിപ്പ്. അപ്പോൾ ഇത് സ്വീറ്റ് ഇവിടെ ബെല്ലട്ടിട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസും എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം ഇതിലേക്ക് നമ്മുടെ സ്വീറ്റ് പൊങ്ങലിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ഗ്ലാസ് പച്ചരി എടുത്താണ് ഞാൻ. അതായത് ഇവിടുന്ന് മേടിക്കാൻ കിട്ടുന്ന ഈ സോണ മസൂരി എന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ അരി കിട്ടിയില്ലെങ്കിൽ, ഇതിനിപ്പോൾ 55 രൂപയ്ക്കുള്ള kg. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റേഷൻ്റെ അരി പശയില്ലാത്തത് ഉപയോഗിക്കാം കേട്ടോ. റേഷൻ്റെ അരി പശയില്ലാത്ത അരി ഉപയോഗിക്കാം. പശയെന്ന് വെച്ചാൽ അത് കട്ട പിടിക്കും, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് അരി എടുത്തു ഞാൻ. ഈ ഒരു ഗ്ലാസ് അരിക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പിണത്, മൂങ് ദാൽ ചെറുപയറിൻ്റെ പരിപ്പെടുത്തു 1/4 ഗ്ലാസ്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് ചെറുപയറിൻ്റെ പരിപ്പ്. അപ്പം ഇത് ഏകദേശം ഒരു 125 ഗ്രാം ഉണ്ടാവും. അതിന് ഞാൻ 125 ഗ്രാം തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കാഷ്നട്ടും മുന്തിരി. പിന്നെ ഇതിലേക്ക് ട്രഡീഷണലായിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ ഒഴിക്കില്ല, കോക്കനട്ട് മിൽക്ക് അവർ ഒഴിക്കില്ല. ചുമ്മാ ഇത് വേവിച്ചിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വേവിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് വറുത്ത്, നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കണമെന്ന് തന്നെ ഇതൊന്ന് കഴുകിയിട്ട് വറുത്തിട്ട് പിന്നെ നമ്മൾ കുക്കറിലിട്ടിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വേവിക്കുക ചെയ്യണത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അരി കഴുകിയിട്ട് കുക്കറിലിടട്ടെ. അതിനോടൊപ്പം തന്നെ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കഴുകിയിട്ട്, ചെറുപയറിൻ്റെ പരിപ്പ് കഴുകിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ ആ പച്ചമണം ഒന്ന് പോയി കിട്ടും. അതിനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യണം. വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഡ്രൈ റോസ്റ്റ്, അത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്ത്, ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പച്ചരിക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതായത് 1:4. ഒരു ഗ്ലാസ് പച്ചരിക്ക് 4 ഗ്ലാസ് വെള്ളം. നിങ്ങൾ ഏത് ഗ്ലാസ് കൊണ്ട് എടുക്കണോ ആ ഗ്ലാസ് കൊണ്ട് നിങ്ങൾ അളന്നിട്ട് വെള്ളം ഒഴിക്കണം. കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുറുകിയിരിക്കും. ഇങ്ങനെ നന്നായിട്ട് വെന്തിട്ട് ഒരു നമ്മൾ പറയില്ല, അളിപ്പിളി എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു കുഴമ്പനായിട്ടിരിക്കും. അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, പിന്നെ നമ്മൾ 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പെടുത്തു. അപ്പോൾ അതിന് 1/4 ഗ്ലാസ്സിന് നമുക്ക് ഒരു ഗ്ലാസ് എടുക്കേണ്ടി വരും. 4 ഗ്ലാസ് അല്ല, അപ്പോൾ ഒരു ഗ്ലാസ്. അപ്പോൾ ടോട്ടലി നമുക്ക് 5 ഗ്ലാസ്, 4 + 1. അപ്പോൾ 5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 1, 2, 3, 4,
5. ഈ 5 ഗ്ലാസ് വെള്ളവും പിന്നെ നമുക്ക് ഇത് ഡ്രൈ ചെയ്ത ഇത് ഒന്ന് വറുത്തെടുത്ത ചെറുപയറിൻ്റെ പരിപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ഇടുന്നത്. അപ്പം 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, സ്റ്റൗ ഓൺ ചെയ്തു. ഇനി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത ചെറുപയറിൻ്റെ പരിപ്പ് ഞാൻ ഇതിലിടുന്നു. ഇതിലിട്ടിട്ട് ഒരു 3 വിസിൽ വരണം. 3 വിസിൽ വന്നാൽ നല്ലൊരു കുഴമ്പനാവും. ഇനിയിപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വെയിറ്റ് ഇടാം. മൂടി വെച്ച് എയർ പോയിട്ട് വെയിറ്റ് ഇട്ടിട്ട് 3 വിസിൽ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് അപ്പുറത്തെ സൈഡ് നമുക്ക് വെല്ലം ഉരുക്കാം. അപ്പം ഇതിൻ്റെ നമ്മുടെ അരിയുടെയും പരിപ്പിൻ്റെയും എയർ പോയിട്ടില്ല. അത് എയർ പോട്ടെ, 3 വിസിൽ വന്ന് അത് എയർ പോകണം. അപ്പം നമുക്ക് ഇതിൽ അപ്പോഴേക്കും നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ട് അപ്പോഴേക്കും എയർ പോയിട്ട് നമുക്കത് തുറന്നു നോക്കാം. അപ്പം നമുക്ക് എയറൊക്കെ പോയി കണ്ട, എയർ നന്നായിട്ട് പോയതിന് ശേഷം തുറക്കാൻ പാടുള്ളൂ കേട്ടോ. ആവി കണ്ട, ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട, ഇങ്ങനെ ഒരു കുഴമ്പൻ രൂപത്തിലാവണം. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. നമ്മൾ ഏത് അളവ് എടുക്കണോ ആ അളവ്. പിന്നെ 1/4 ഗ്ലാസ് ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പിന് ടോട്ടലി 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ ടോട്ടലി ഇതിൽ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരി, 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പും, ആ ഗ്ലാസ്സിൽ തന്നെ 1/4 ഭാഗം. അപ്പം കണ്ട, ഇനി ഞാൻ ഇതിൽ ഒരു ഇത്തിരി ഉപ്പിടട്ടോ കേട്ടോ. നമ്മൾ വേവിക്കുമ്പോൾ ഒരു ഇത്തിരി ഉപ്പിടേണ്ടതായിരുന്നു, ഞാൻ മറന്നു. കാരണം നമുക്ക് ആ വെല്ലത്തിൻ്റെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മധുരം ഒരു സ്വല്പം മതി. ഇനി നമുക്ക് ഇത് ശർക്കര പാനി ഒഴിക്കാം. ഇപ്പോൾ ചിലവര് പണ്ടത്തെ ആൾക്കാരെല്ലാം ശർക്കര അരിഞ്ഞിട്ട് ഇടാത്ര. പക്ഷെ ഇപ്പോഴത്തെ വെള്ളത്തിലൊക്കെ നിറച്ച് അഴുക്കുണ്ട്. എൻ്റെ വെള്ളത്തിലൊക്കെ അഴുക്കുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ വെള്ളം ഉരുക്കിയിട്ട് അരിച്ചിട്ട് ഒഴിക്കണ വെള്ളം. ഇപ്പം നമ്മൾ ശർക്കര പാനി ഒഴിച്ചു, ഒരു ലേശം ഉപ്പിട്ടു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുഴമ്പനാവണം. ഇത്തിരി കൂടി ഒരു കട്ടി വരണം. അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ 1 സ്പൂണോ 2 സ്പൂണോ നെയ്യ് ഇടാം കേട്ടോ. എനിക്ക് നെയ്യ് അധികം ഇഷ്ടമില്ല. പിന്നെ ഇതുപോലെ ശർക്കര, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം അളവ് 130 ഗ്രാമാണ് അരിയും പരിപ്പും കൂടിയിട്ട്. അപ്പോൾ ഞാൻ ആ 130 ഒരു ശർക്കര തന്നെ ഇട്ടിട്ടുള്ളൂ. അതൊരു 100-125 ഗ്രാം വരും ആ ഒരുണ്ട ശർക്കര. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം വേണമെങ്കിൽ ഇത്തിരി കൂടി കൂടുതലിടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതിപ്പോൾ ഞാൻ അത്ര തന്നെ എത്ര അരി എടുത്തു അത്രയ്ക്ക് ആ അളവിൻ്റെ ഇങ്ങനെ ശർക്കരയും ഞാൻ ഇട്ടത്. ഇപ്പോൾ കണ്ട നന്നായിട്ട് കുറുകി വന്നു. ഇനി നമുക്ക് കാഷ്നട്ട് വറുത്ത് വെച്ചതില്ലേ അതിടാം. സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. കണ്ട ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട, ഇതുപോലെ വരണം. ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ കുഴമ്പനായിട്ട് വരണം. അപ്പം നമ്മുടെ പായസമൊക്കെ ഇത്തിരി ലൂസായിട്ടല്ലേ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടല്ലേ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ ഒരു ലേശം നമുക്ക് ഏലക്കപ്പൊടി ഇടാം, ഒരു പിഞ്ച് ഏലക്ക മാത്രം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഏലക്ക ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാട്ടോ. നല്ല എളുപ്പമാണത്. മധുരം നിങ്ങളുടെ ഇഷ്ടം. ഇത്തിരി നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഇടാം.
ഇനി ഞാനൊരു പാത്രത്തിലാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചാൽ ഇപ്പോൾ ആരെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യം വെച്ചാൽ ഇത്തിരി കോക്കനട്ട് മിൽക്ക് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ശരിക്ക് ഇതുപോലെ തന്നെ ഇവര് എൻ്റെ ഒരു നെയ്ബർ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഇതുപോലെ ഉണ്ടാക്കാം. ഇനി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചാൽ കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് ഇത്തിരി കൂടി വേണമെങ്കിൽ ലൂസാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ശരിക്കും ഇതാണ് കൺസിസ്റ്റൻസി. ഞാൻ ഈ പാത്രത്തിൽ സെർവ് ചെയ്യുമ്പോൾ കാണിച്ചത് എങ്ങനെയാണ്. അപ്പോൾ ഇത് സ്വീറ്റ് പൊങ്ങല് റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, ഇതിങ്ങനെ കട്ടിയിൽ വരണം. ഇതാണ് അവരുടെ പാകം ഇതുണ്ടാക്കണതിൻ്റെ. പിന്നെ അതുപോലെ തന്നെ കപ്പലണ്ടി പുഴുങ്ങിയത്, അതായത് ഗ്രൗണ്ടിനിട്ട് പുഴുങ്ങിയത് അവർ ഇങ്ങനെ വെക്കും. അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ അതുപോലെ പുഴുങ്ങിയിട്ട് അവർ അവരുടെ വെക്കും. ഇതാണ് അവരുടെ ഈ ഫെസ്റ്റിവലിൻ്റെ ഈ പലഹാരങ്ങൾ. ഇപ്പം നമ്മൾ പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കണോണം, അതുപോലെ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കണോണം അവരുടെ ഫെസ്റ്റിവൽ, അതായത് ഹബ്ബ എന്ന് പറയുക ഫെസ്റ്റിവലിനെ അവരുടെ ഇതിന് റെസിപ്പിനിത്. അപ്പോൾ പായസമൊക്കെ നമുക്ക് ഉണ്ടാക്കാം വളരെ ഈസിന്. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് നമ്മുടെ മലയാളീസിനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഉണ്ടാക്കി കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചെയ്യാം നമ്മുടെ പായസം അരി വിത്ത് നമ്മുടെ മൂങ് ദാൾ, അതായത് ചെറുപരിപ്പ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. പിന്നെ ഞാനൊരു കാര്യം എപ്പോഴും പറയാം, അതായത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പികളൊക്കെ കാണാം. എന്നിട്ട് അതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ നേരിട്ട് കാണുക വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ അവരോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളത് ഞാൻ ചെയ്യണുള്ളൂ. കാരണം മിഡിൽ ക്ലാസ് പീപ്പിൾ, അതായത് എന്നെ പോലുള്ളവർക്കൊക്കെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെപ്പോഴും വാങ്ങുന്ന സാധനങ്ങൾ, അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീനെ ഞാൻ ഇടണുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാലോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ നമുക്ക് കാണാം. ബൈ.